ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു മത്തിപ്പീര ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തിപ്പീര ഉണ്ടാക്കുമ്പോൾ മത്തി മാത്രമല്ല, നമ്മൾ കോവയ്ക്കയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിന്ന് മത്തിപ്പീര ഉണ്ടാക്കുന്നത്. അപ്പം കോവയ്ക്ക നടുകെ മുറിച്ചിട്ടിട്ട് നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ അരിയുന്നത് പോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഈ അരിഞ്ഞെടുത്ത കോവയ്ക്ക കുറച്ച് വെള്ളം, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം കുടംപുളിയും ചേർത്തിട്ട് അത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പം അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, മത്തിക്കുട്ടന്മാരെ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പം മത്തിക്കുട്ടന്മാരെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പം കട്ട് ചെയ്തിട്ട് ആ മത്തിക്കുട്ടന്മാരും അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മീൻപീരയ്ക്ക് വേണ്ടിയിട്ടുള്ള പീര റെഡിയാക്കണ്ടേ. അതിന് തേങ്ങ, പിന്നെ ചെറിയുള്ളി, കാന്താരി മുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടി എടുത്ത് അത് എല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോവയ്ക്ക് വെന്തോ നോക്കാം. അപ്പോൾ കോവയ്ക്ക് വെന്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ കോവയ്ക്കും ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് തട്ടാം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. പിന്നീട് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. ആവി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഇളക്കി കൊടുക്കരുത്, കാരണം മീനെല്ലാം ഉടഞ്ഞു പോകും. അതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും തൂക്കി ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പം രുചികരമായിട്ടുള്ള ഒരു കോവയ്ക്ക മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു, ബൈ.